നാൽപ്പത്തിനാലാം ദിവസം പെസഹ വ്യാഴാഴ്ച. വിനീത നേതൃത്വത്തിൻ്റെ വിപ്ലവം, ദ സെർവൻറ്റ് ലീഡർഷിപ്പ്. മോണ്ടി എന്ന വാക്ക് മാൻഡാറ്റും എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന പുതിയ പ്രമാണം യേശു നൽകിയ ദിനമാണ് അത്. എന്താണ് ഇതിൻ്റെ ആത്മീയത? സ്വയം ശൂന്യമാക്കലാണ്, കെനോസിസ്. യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ദൃശ്യം വെറുമൊരു ചടങ്ങല്ല, അതൊരു കീഴ്മേൽ മറിക്കലാണ്. അക്കാലത്ത് അതിഥികളുടെ പാദങ്ങൾ കഴുകുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള ദാസന്മാരുടെ ജോലിയായിരുന്നു. പ്രപഞ്ചനാഥനായ ദൈവം മനുഷ്യന്റെ പാദങ്ങളിലേക്ക് കുനിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് കെനോസിസ് അഥവാ സ്വയം ശൂന്യമാക്കലാണ്. വിഭജിക്കപ്പെട്ട അപ്പവും പങ്കുവയ്ക്കപ്പെട്ട വീഞ്ഞും വഴി യേശു തൻ്റെ ശരീരം തന്നെ ലോകത്തിന് ഭക്ഷണമായി നൽകും. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ചടങ്ങല്ല, മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടാനുള്ള ആഹ്വാനമാണ്. അല്പം മനഃശാസ്ത്രം. ദുർബലതയിലെ കരുത്ത്, വൾനറബിലിറ്റി ആൻഡ് പവർ. മനഃശാസ്ത്രപരമായി നോക്കിയാൽ അധികാരം കൈയാളുന്നവർ വിനീതരാകാൻ ഭയപ്പെടാറുണ്ട്. തങ്ങളുടെ പദവിയെ ബാധിക്കുമോ എന്ന ഈഗോ ഡിഫൻസ് ആണ് ഇതിന് കാരണം. സെർവൻറ്റ് ലീഡർഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് റോബർട്ട് ഗ്രീൻലീഫ് എന്ന മനഃശാസ്ത്രജ്ഞനാണ്. ഈ ആശയം യേശുവിൻ്റെ പ്രവൃത്തിയിൽ കാണാനായിട്ട് സാധിക്കും. ഒരു യഥാർത്ഥ നേതാവ് മറ്റുള്ളവരെ ഭരിക്കുകയല്ല, മറിച്ച് അവരെ വളരാൻ സഹായിക്കുകയാണ്. സ്വന്തം പദവി മാറ്റിവെച്ച് മറ്റൊരാളുടെ മുന്നിൽ കുനിയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ മനക്കരുത്ത്, റെസിലിയൻസ്. ഇത് പരസ്പര വിശ്വാസവും സുരക്ഷിത ബോധവും വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനുള്ള ഈ കഴിവിനെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം. 2026 ആഗോള തൊഴിൽ മേഖലയിൽ വലിയൊരു മാറ്റം ദൃശ്യമാണ്. ഈ വർഷത്തെ വാർത്താ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ 10 കമ്പനികൾ തങ്ങളുടെ സിഇഒമാരെ തിരഞ്ഞെടുക്കുവാൻ എമ്പതി സ്കോർ മാനദണ്ഡമാക്കി മാറ്റി. പരുക്കൻ അധികാരത്തേക്കാൾ ജീവനക്കാരുടെ മാനസിക ആരോഗ്യം പരിഗണിക്കുന്ന നേതാക്കൾക്കാണ് ഇന്ന് സ്വീകാര്യത. പെസഹ വ്യാഴാഴ്ചയിലെ പാദം കഴുകൽ ശുശ്രൂഷയുടെ ആധുനിക പതിപ്പാണ് ഈ മാറ്റം. ഈ പെസഹ വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിക്കാവുന്ന ഒരു കാര്യം ഇതാണ്: സേവനം. ഇന്ന് നിങ്ങൾ സാധാരണയായി അധികാരം പ്രകടിപ്പിക്കാറുള്ള ഒരാളെ, ഉദാഹരണത്തിന് വീട്ടിലെ സെർവൻറ്റ്, സഹപ്രവർത്തകൻ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ ബഹുമാനത്തോടെ സമീപിക്കുക. അവർക്ക് വേണ്ടി ഒരു ചെറിയ സേവനം ചെയ്തു നൽകുക. രണ്ടാമതായി, ഇന്ന് രാത്രി ഭക്ഷണ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഉള്ളവർക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്കോ വേണ്ടി ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നവരാകാം. എന്നോട് തന്നെ ചോദിക്കുക, ഞാൻ മറ്റുള്ളവരെ ഭരിക്കാനാണോ അതോ അവരെ ശുശ്രൂഷിക്കാനാണോ ആഗ്രഹിക്കുന്നത്? പെസഹ വ്യാഴാഴ്ച നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയാകും. അധികാരത്തിൻ്റെ കിരീടങ്ങളെക്കാൾ വിലപ്പെട്ടത് സ്നേഹത്തിൻ്റെ താലമാണെന്ന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിനീത ദാസനായ ക്രിസ്തുവിനെ അനുകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.